മിൻ നവാദിരിൽ അറബി, അറബി ഫലിതങ്ങളിൽ നിന്ന് ചിലത്. അറബിയിലെ ചില രസകരമായ 3 കഥകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലാ ത്വാദിരിൽ ബിറ ഹത്ത ഔദ, ഞാൻ മടങ്ങി വരുന്നവരേക്കും നീ കിണറ്റിന്ന് പോകരുത്. ദക്കറ ഇബിൻ ഹബീബ് എന്നിവരാണ് ഈ കഥ പറയുന്നത്. അദ്ദേഹം ഓർത്തെടുക്കുന്നു. അന്ന അഹല്യ ഉസ്മാൻ ബിൻ സയ്യിദിൻ്റെ സഹോദരന് സഖത്ത ഫിൽ ബീർ, ഒരിക്കൽ കിണറ്റിൽ വീണു. ആ സമയത്ത് ഫക്കാല ഹോഹു, ഈ ഉസ്മാൻ ബിൻ സയ്യിദ് പറഞ്ഞു, അന്ത ഫിൽ ബീരി, നീ ഇപ്പോൾ കിണറ്റിലാണോ വെച്ച്. ആ സമയത്ത് കാല അഹ് പറഞ്ഞു, അമാ തറാൻ ഞങ്ങൾക്കെന്നെ കാണില്ലേ, എന്തെങ്കിലും ചോദിക്കണേ, കാണില്ല, ഞാൻ കിണറ്റിലാണുള്ളത്. ആ സമയത്ത് കാല ഉസ്മാൻ ബിൻ സയ്യിദ് പറഞ്ഞു, ലാ തദ്ഹബ്, നീ പോകരുത്, ഹത്താജിയൊക്കെ ഞാൻ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് വരേക്കും, ബിമന്യു കുറിച്ചുക്ക, നിന്നെ പുറത്തെടുക്കുന്ന ഒരു വ്യക്തി, നിന്നെ പുറത്താക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ കൊണ്ടുവരുന്നേക്കും നീ പോകരുത്. കിണറ്റിൽ പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ടല്ലേ ആളെ കൊണ്ടുവരാൻ പോണത്. അതാണ് അതിൻ്റെ തമാശ. രണ്ടാമത്തെ, റായിത്തൊക്കെ അന്ത സൈറുൻ, ഞാൻ നിന്നെ ചെറിയവനായ നിലക്ക് കണ്ടു, ചെറിയ ആളായെന്ന് തന്നെ ഞാൻ എന്നെ കണ്ടിട്ടുണ്ട്. നോക്കാം. വഖഫ അറാബി ദാത്തയോമിൻ, ഒരു ദിവസം അറാബി നിന്നു, അല ഖിമ്മത്ത് ജബലിൻ ആലിൻ, ഒരു ഉയർന്ന പർവ്വതത്തിൻ്റെ ടോപ്പ് ലെവലിൽ ഇങ്ങനെ നിൽക്കണം. വനളറ ഇല അസ്ഫലിൻ, അവനിങ്ങനെ താഴത്തേക്ക് നോക്കി. ഫറഅ റജുലൻ മിൻ ഹാദൽ ഇർത്തിഫാഇ ഷാക്കി, ഈ ഉന്നതങ്ങളിലുള്ള ഉയരത്തിൽ നിന്ന് അയാൾ ഒരാളെ കണ്ടു. വബദ, അപ്പം മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ഒരാളെ കാണുന്ന സമയത്ത് അയാൾ വെളിവായത് കഅന്നഹു തിഫ്ലുൻ സൈറു, ചെറിയ കുട്ടിയെപ്പോലെ ഇദ്ദേഹത്തിനേക്ക് വെളിവായി തോന്നി. സാധാരണ അവൻ തന്നെയാണല്ലോ, മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരാളെ നോക്കി കഴിഞ്ഞാൽ ചെറിയ കുട്ടീനെ പോലെ ഉണ്ടാവുമല്ലോ. ഫസാറ ഇല നുസൂരി, അങ്ങനെ അവൻ പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങി ഉളരിയും. വലമ്മക്കുർ റജുലുക്കത് ദഹബ ബഈദൻ, അയാൾ ദൂരത്തേക്കും ഇവിടേക്കൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്, ദൂരത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഫലഹിക്ക ബിഹി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. വസോഫാഹു ബി ഹറാറത്തിൻ, അവനെ വളരെ ആവേശത്തോടു കൂടി അവനെ മുസാഫത്ത് ചെയ്തു. ഫത്താജബർ റുജുലു, അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഒരാൾ വന്നു കണ്ട് മുസാഫത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അത്ഭുതപ്പെടുമല്ലോ. അയാളെന്നിങ്ങനെ അത്ഭുതപ്പെട്ടു. വക്കാലഹു, അദ്ദേഹത്തോട് ചോദിക്കണം, റജുല് ഈ അറാബിനോട് ചോദിക്കണം, ആ താരിഫിന് നമുക്ക് എന്നെ അറിയോ, പെട്ടെന്നൊരു അപരിചിതം വന്നുകൊണ്ട് ഇങ്ങനെ മുസാഫത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്നെ അറിയോ ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഫറദ്ദാല ഈ അറാബി അവനോട് മറുപടി പറയണം, ഞാൻ അതെ, ലക്കത് റായിത്തുക്ക വാന്ത് സൈറും, ഞാൻ എന്നെ ചെറിയൊരു കുട്ടിയാന്ന് കാണാൻ തുടങ്ങിക്കണേ. അഥവാ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ ഇപ്പം ഇവിടെ എത്തിയപ്പോൾ വലിയ ആളല്ല, അപ്പോൾ അവൻ്റെ ചെറുപ്പം മുതലേ അവനെ പരിചയമുള്ള ആളാണെന്ന് തമാശ രൂപത്തിൽ പറയണം. ഇനി അടുത്തത് വലീമത്ത് ഉർസ്, ഒരു കല്യാണ സദ്യ. യുർവ അന്ന അഷ്അബ അറാദ യതഖല്ലസ മിൻ സ്വഹബില്ലഹു, യുർവ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു എന്നൊക്കെ ഉള്ള അർത്ഥം. അന്ന അഷ്അബ് അറാദ, അഷ്അബ് എന്ന് പറയുന്നൊരു വ്യക്തി അറാദ ഉദ്ദേശിച്ചു, യതഖല്ലസ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചു, മിൻ സ്വഹബില്ലഹു അവൻ്റെ ചില കൂട്ടുകാരിൽ നിന്ന്. അവർ കാനദാഹും, അവന് ഈ അഷ്അബ് അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തോമിൻ എന്തോ അവൻ്റെ അടുക്കലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി, വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് കൂട്ടുകാരെ വിളിച്ച്. പിന്നെ വീട്ടിലേക്ക് അവരെത്തിയപ്പോൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തോ ഒരു മാർഗം ഉണ്ട്, അങ്ങനെ ചിന്തിക്കും. ഫലമ്മ വസ്വലു, അങ്ങനെ അവരെത്തിയപ്പോൾ ഇന്ദദാരി, അവൻ്റെ വീടിൻ്റെ അടുക്കലെത്തിയപ്പോൾ, വീടിൻ്റെ അടുത്തേക്ക് ഈ കൂട്ടുകാരെത്തി. ആ സമയത്ത് അവരൊക്കെ ഭക്ഷണം കൊടുക്കാതെ വല്ല കഴിച്ചിലേക്ക് കിട്ടുള്ളൂ, അതിനു വേണ്ടി കാലലഹും അവരോട് പറഞ്ഞു, ഇദ്ഹബൂ ഇലാ ബൈത്തി ഫുലാനി, നീ ഇന്നാലിനെ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് നിങ്ങളൊക്കെ പോയിക്കോളി. ഫൈന ഇന്ദഹും വലീമത്ത് ഉർസ്, അവിടെ നല്ല കല്യാണ പാർട്ടി ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോയിക്കോളിറങ്ങി. ഫദഹബൽ ഖൗമുക്കുല്ലു, അങ്ങനെ എല്ലാവരും പോയി. ഫലമ്മ ബക്കബദ്, എല്ലാവരും പോയി, ഓൻ മാത്രം അവിടെ ബാക്കിയായി. അപ്പോൾ എനിക്കിങ്ങനെ കാലനഫ്സി, എല്ലാവരും പോയപ്പോൾ അവൻ്റെ സ്വന്തം ശരീരത്തോട് ഇങ്ങനെ പറയാണ്, മാതാ ലൗക്കാന ഫേലൻ ഹുനാലിക്ക വലീമ, മാതാ എന്താ ലൗക്കാന ഫേലൻ ഹുനാലിക്ക വലീമത്തിന്, അവിടെ യഥാർത്ഥത്തിലെങ്ങാനും അവിടെ കല്യാണ പാർട്ടി ഉണ്ടെങ്കിലോ. പിന്നെ ഓനക്ക് തന്നെ ഡൗട്ട്, എല്ലാവരും പോയില്ലേ.
അഥവാ അവിടെ എങ്ങനെയെങ്കിലും കല്യാണ പാർട്ടി ഉണ്ടെങ്കിലോ ഉടനെ ഫദഹബ മുസ്ലിൻ ഓനും ഓടി, അവനും പെട്ടെന്ന് ഓടിപ്പോയി. എന്തിനു വേണ്ടി? കൈലായിസ് ബിക്കോസാബ് അവൻ്റെ കൂട്ടുകാർ അവനെ മുൻകടക്കാതിരിക്കാൻ വേണ്ടി തിൽക്കദ്ദാരി, ആ വീട്ടിലേക്ക് കൂട്ടുകാരെത്തുന്ന മുമ്പ് തന്നെ എത്താൻ വേണ്ടി പെട്ടെന്ന് ഇവൻ തന്നെ ഓടി.